ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തെങ്കിലും വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖമൊക്കെ അല്ലേ? നമുക്കിങ്ങനെ സുഖമായിട്ട് പോകണം. ഇപ്പോൾ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടാ. മഴയില്ല അല്ലേ ഈ പ്രാവശ്യം? അല്ലെങ്കിൽ എന്താ പറയുക, ഈ സമയത്തൊക്കെ മഴ. ഇപ്പം ഇടയ്ക്ക് പിടയ്ക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മഴ നല്ല വെയിൽ വരെ. എനിക്ക് തോന്നുന്നത് ഇനി നമുക്ക് വെള്ളം കിട്ടാത്തൊരവസ്ഥ വരുന്ന തോന്നണം. കിണറുകളൊക്കെ വറ്റി വരൾച്ച വരും. സാധാ ജൂലൈ ഓഗസ്റ്റ് സമയത്തൊക്കെ നല്ല തീവ്ര മഴയാവാറ്. ഇപ്പോൾ ഈ പ്രാവശ്യം മഴ എന്നുള്ളത് ഇല്ലയെന്ന് എനിക്ക് തോന്നുന്നു. അമ്മിച്ചി നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തൊരു കാര്യം പറയാൻ പറഞ്ഞിട്ടാ. ഞാൻ 2 ദിവസമായി എന്നോട് പറഞ്ഞിട്ട് ഞാൻ ചില ദിവസം അത് മറന്നു പോകും. അതുകൊണ്ടാണ് പറയാണ്ടിരുന്നേട്ടാ. അമ്മിച്ചിക്ക് ബർത്ത്ഡേ വിഷസ് പറഞ്ഞ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് പറയാൻ പറഞ്ഞു. അപ്പൊ അമ്മിച്ചിയുടെ വക എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഇട്ടാ. ബിസ്ക്കറ്റ് നീ വാങ്ങി വെച്ചു കൊടുക്കണം. നീ ഇങ്ങനെ നിന്നാ കൂറുമ്പച്ചക്കൻ കൊടുത്തേ ബ്രോ. പറഞ്ഞേ പാപ്പ ഡ്രസ് മാറിപ്പോക്കോ. നമ്മുടെ വീഡിയോസില് നമ്മുടെ പിള്ളേരെ കുട്ടിക്കുറുമ്പുകളും കുസൃതികളും കാര്യങ്ങളൊക്കെ പറയാറുണ്ട്. നമ്മുടെ പിള്ളേരെ ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടമാണ്. ഒരുപാട് നന്ദി. കമന്റുകളൊക്കെ ഇടണ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ. അപ്പൊ നമ്മള് ആദ്യകൂട്ട് എന്തെങ്കിലും കുറുമ്പുകൾ കാണിക്കുമ്പോ ഞാൻ ഒരുപാട് ദേഷ്യപ്പെടുമ്പോ അവന് ചെയ്യാനുള്ള ടെൻഡൻസി കൂടുതലാണ്. സംഭവം സത്യമാണ്. അങ്ങനെ ഒരു കമന്റ് നമുക്ക് വന്നിട്ടുണ്ടായി, നമ്മുടെ പിള്ളേരെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കാന്ന്. ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ഇപ്പൊ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഞാൻ എന്നിട്ട് ചെയ്യാന്നറിയോ, 2-3 പ്രാവശ്യം എന്നോട് പറഞ്ഞു വെക്കും, എടാ നീ അത് ചെയ്യരുത്, അത് പൊട്ടയാണ്, അതങ്ങനെയാണ്. പിന്നെ എന്നിട്ടും വീണ്ടും ചെയ്യുമ്പോൾ മാത്രമേ എനിക്ക് ദേഷ്യം വരുള്ളൂ. അത് ഞാൻ അവൻ ചെയ്യാണ്ടിരിക്കാൻ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് നോക്കും. എന്നിട്ടും പറ്റിയില്ലെങ്കിൽ ഞാൻ അവനെ ദേഷ്യപ്പെട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുള്ളൂ കേട്ടോ. എനിക്കത് നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ചില സമയത്ത് ഇപ്പൊ അവനെന്തെങ്കിലും ഒരു പൊട്ടവാക്ക് പറഞ്ഞുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പൊ അത് എല്ലാവർക്കും അറിയാം. അവനെ എല്ലാവരും ചീത്ത പറയണേടാ അങ്ങനെ പറയരുതെന്ന് പറയുമ്പോൾ അവന് മനസ്സിലാവണം ആ പറയുന്നത് പൊട്ടയാണ്. അപ്പൊ അവ അത് വീണ്ടും റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ അമ്മച്ചിയോടെ അടുത്ത് അപ്പച്ചൻ്റെ അടുത്തൊക്കെ പറഞ്ഞു, അവൻ പറയുന്നത് മൈൻഡ് ചെയ്യാണ്ട് വിട്, കുറച്ച് ദിവസം മൈൻഡ് ചെയ്യാണ്ട് വിട്, അവൻ പറയട്ടെ, നമ്മളൊന്നും പറയണ്ട. അവൻ പറയുമ്പോ മൈൻഡ് ചെയ്യാണ്ട് വിട്ട് കഴിഞ്ഞാൽ അവൻ തന്നെ നിർത്തിക്കോളും. അങ്ങനെ നോക്കിയപ്പോ അവൻ നിർത്തി. അതാ ഒരു രക്ഷയുള്ളൂ എന്ന് എനിക്ക് തോന്നണേ. പിന്നെ ഞാൻ അലക്കാൻ പോണതിൻ്റെ ഇടയിൽ കൂടെ അവൻ എൻ്റെ കൂടെ പറഞ്ഞല്ലേ, കുറുമ്പം പറഞ്ഞിട്ട് കരഞ്ഞ് ബഹളം. കുളിക്കാൻ വന്നം, അലക്കാൻ വന്നം. എനിക്ക് ചെരുപ്പിട്. എൻ്റെ ദൈവമേ, എന്നിട്ട് ചെയ്യണ്ടേ അല്ലേ? എന്നിട്ട് ചെയ്യണ്ടേ നിനക്ക്? അടി വേണോ? കരഞ്ഞ് മേഴുകിച്ചൊക്കെ. ഇപ്പൊ പാപ്പൻ്റെ അടുത്ത് പോയി നിൽക്കാൻ പോണോ? അന്നവിടെ പോയിരിക്കേ. അമ്മാമ്മയുടെ പാന്റാണ്. ഒരുത്തൻ ഡ്രസ്സ് നോക്കാൻ പോണ്. ഡ്രസ്സൊക്കെ ഊരിട്ടിട്ട് ചേട്ടൻ ഡ്രസ്സ് എടുക്കാൻ പോവാ. അവിടെ ഒന്നും ഇല്ലേ നിന്റെ ഡ്രസ്സ്? അതിൽ ഉറക്കത്തിൽ നിന്ന് എനിച്ചപ്പോ തന്നെ നമ്മുടെ ഒരു അമ്മാമ്മ മരിക്കാറായി കിടക്കണ്ടേ. ഇപ്പൊ കഴിഞ്ഞ ആഴ്ചക്ക് അമ്മച്ചപ്പച്ചൻ അവിടെ തന്നെയായിരുന്നു കേട്ടോ. അമ്മാമ്മ എന്ന് പറയുന്നത് ഇവിടുത്തെ ഇളയമ്മ. വയസ്സായിട്ടാണ് കുറെ നാളായിട്ട് കിടപ്പില്ല. ഞാൻ കല്യാണം കഴിഞ്ഞൊക്കെ വന്ന സമയം ഇപ്പോഴും ഇളയമ്മ വയ്യാണ്ട് കിടക്കായിരുന്നു. കുറെ നാളായിട്ട് വയ്യാണ്ട് കിടക്കായിരുന്നു. അപ്പൊ കഴിഞ്ഞ ആഴ്ച ആ അമ്മാമ്മയ്ക്ക് കുറച്ച് കൂടുതലായിരുന്നു. അപ്പൊ കുറെ ദിവസം വെള്ളിയാഴ്ച ശനിയാഴ്ചയൊക്കെ ആയിട്ട് ആദവും അപ്പാപ്പനും അമ്മാമ്മയും കൂടി രാവിലെ പോവും, ഉച്ചയ്ക്ക് പോവും, വൈകുന്നേരം പോവും, അങ്ങനെ പോയി കണ്ടോണ്ടിരുന്ന അമ്മാമ്മയാണ്. അപ്പൊ അമ്മാമ്മ ഇന്ന് മരിച്ചു. രാവിലെ ഇപ്പൊ മരിച്ചിട്ടുണ്ട്. അപ്പൊ അപ്പാപ്പനും അമ്മാമ്മയും കൂടി പോണം അങ്ങോട്ട്. ഞാനും പോകണ്ടിട്ട. ഞാൻ പോയിട്ട് വരവുള്ളൂ. കാരണം ഇവരെ പിടിച്ച് നിൽക്കണം. ഇവനെ പിടിച്ച് അവിടെ ഫുൾ ടൈം നിൽക്കണം. പിന്നെ അതാണെങ്കിലും അവിടെ കഴിയുമ്പോൾ എൻ്റെ മേത്ത് കയറും. ഞാൻ അതിനോട് പറഞ്ഞു, നീ അങ്ങോട്ട് പോകണ്ട, അവിടെ അമ്മാമ്മ മരിച്ചു. അവൻ്റെ വിചാരം അന്നൊക്കെ പോയപ്പോൾ അവിടെ കളിക്കാൻ പിള്ളേരുണ്ടായിരുന്നു. അപ്പം അങ്ങനെ കളിക്കാന്ന് വിചാരിച്ചിട്ടാണ് അവൻ പോവാന്ന് വിചാരിച്ചിരിക്കണേ. അപ്പച്ചനും പിന്നെ പറഞ്ഞു കൊണ്ടുപോകാണ്ട് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ അവർ പോവാൻ നിൽക്കണം. എൻ്റെ അലക്ക് കാര്യങ്ങളൊക്കെ ആദംകുട്ടനും കൂടെ വന്ന് അലക്ക് കഴിഞ്ഞു. അപ്പോൾ അവർ ഡ്രസ്സ് മാറാൻ പോവാണ്ടാ. ആരെ കടിക്കാറ് മാല? അതെ, അപ്പാപ്പ ഒരുക്കി തരും. അപ്പാപ്പ ഒരുക്കും. അതിലിടണെന്തിനാ? അതിന്റെ മുഖത്തല്ലേ ഇടണ്ടേ? അപ്പൊ അവന് ഇരിക്കാനെ കല്യാണം കഴിച്ച നീ? അയ്യോ, പൊട്ടിക്കരുതിട്ടത്. പൊട്ടൊന്നുമില്ല എന്നാലും. ആദത്തിനോട് പറഞ്ഞോട്ടെ ഞേ ഉള്ളിലിട്ടത്. ഡാ സ്കൂട്ടറുമേ പോണേ? നീ എങ്ങടല്ല അവരെ പിന്നാലെ നടക്കണ ബ്രോ?
അബ്രു ഓടണ്. അബ്രു പിന്നാലെ ഓടണ്. അവിടോ അപ്പാപ്പൻ ഡ്രസ് മാറിയാ? അത് റെഡി ആയാ? മെസ്സേജ് കുഞ്ഞിട്ട് കാണിക്കണേ. വണ്ടി പാർക്ക് ചെയ്ത് വെക്കാതെ പോകുമ്പേക്കും പാർക്ക് ജീപ്പിലൊന്നും പോണ്ട. ജീപ്പ് എടുക്കണില്ല, അതാ വണ്ടിയിൽ പോണേ. അതങ്ങോട്ട് വായോ അപ്പാപ്പ, ഇങ്ങോട്ട് വാ. നിനക്ക് പോണാ? എനിക്ക് പോണോ? അബിരിനെ കൊണ്ടോണ്ടാ? ബൈ ബൈ. പോണപ്പാപ്പന് മോൻ അള്ളി പിടിച്ചിരിക്കണ്ട് കേറി. പോയാ അമ്മാമ്മപ്പാപ്പനും കൂടി പോയി. വീട്ടില് ഞാൻ അബ്രു മാത്രമേ ഉള്ളൂ, എല്ലാവരും പോയി. ഇനി അബ്രുവിന് ചോറ് കൊടുക്കണം, എനിക്ക് ഭക്ഷണം കഴിക്കണം, പിന്നെ എന്നിട്ട് ചെയ്യാനുള്ളത്. അപ്പോഴേക്കും എന്നോട് ഡ്രസ്സ് മാറി നിൽക്കാൻ പറഞ്ഞിട്ടുണ്ട് അപ്പച്ചൻ ഡ്രസ്സ് മാറി നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ വന്ന് എന്നെ ഒന്ന് എടുത്ത് ഞാനൊന്ന് പോയി കണ്ടിട്ട് ഞാൻ തിരിച്ചു വരും. ഇന്ന് നമുക്ക് വീട്ടിൽ സ്പെഷ്യലായിട്ട് ഉരുളൻ കിഴങ്ങ് ഉപ്പേരി വെച്ചിട്ടുണ്ട്, പിന്നെ അതേ അമ്മച്ച് ഉണക്കമീൻ വറുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ടാണ് അമ്മച്ച് പോയേക്കണേ. പിന്നെ ഇതെന്താണെന്നറിയോ, ഇത് ഇന്നലത്തെ തലക്കറി ഉണ്ടാ, മീൻ തല കായിട്ട് വെച്ചിട്ടുണ്ടായി. കാരണം നെയ്യുള്ള മീനായിരുന്നു, അപ്പൊ തലയില് കായൊക്കെ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയിരുന്നു. ഇത് കഴിഞ്ഞു, ഇത് നിറച്ചുണ്ടായി ഏകദേശം. ഞങ്ങളൊക്കെ തിന്നു തീർത്തു. അതങ്ങോട്ട് ഒരു വക സാധനം തിന്നാണ്ട് പോയേക്കണേ. എവിടേക്കെങ്കിലും പോണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വെള്ളമില്ല, ദാഹമില്ല, ചോറില്ല, ഒന്നുമില്ല, ഒന്നും കഴിക്കാനും വേണ്ട. രാവിലെ ഇത്തിരി പാല് കുടിച്ചിട്ടുണ്ട്, അത് പിന്നെ നേരെ പോയിട്ടുണ്ട്. ഇനി വിശക്കുമ്പോ അവിടെ കിടന്ന് കരച്ചിലും ബഹളാവോ. അമ്മി ചേട്ടൻ പോയി കഴിഞ്ഞ പിന്നെ ഒരുത്തന്റെ തങ്കപ്പാടും ഉണ്ടാ. ഞങ്ങളെ കുളി കഴിഞ്ഞു എന്ന് പറഞ്ഞേ, കുളിച്ചു, ഞങ്ങൾ കുളിച്ചു, സുന്ദരനായി, പൗഡർ ഇട്ടു. പറയടോ ചേട്ടനെനിക്ക് പറഞ്ഞാനപ്പ. ഡ്രസ്സിമേന്ന് വിട്, മാലയമേന്ന് വിട്. ആദ്യം ശരിക്കും പുറത്തെവിടേക്കെങ്കിലും പോയി കഴിഞ്ഞാൽ അബ്രുമുത്തിന് ഭയങ്കര ഇതാണ്ടാ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് പിന്നെ കളിക്കാൻ കൂട്ടില്ലാത്ത കാരണേ ഇവങ്ങനെ ഇടിപ്പിച്ചുകൊണ്ട് കൊടുക്കുന്നെ. അല്ലെങ്കിൽ ഇവൻ അവന്റെ പിന്നാലെ കളിച്ച് നടന്നോളൂ. പിന്നെ ആശ താഴ്ത്തിറങ്ങില്ല, തന്നെ പോയിപ്പോ തുടങ്ങി ഞാൻ എടുത്തോണ്ട് നടക്കണ്ട. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലെ പണികളൊന്നും അധികം എടുക്കണില്ല കേട്ടാ. ഞാൻ ഇപ്പൊ ഇടയ്ക്ക് ആലോചിക്കും, ദൈവമേ ഞാനൊന്നും ചെയ്യണില്ലല്ലോ എന്ന്. ഇടയ്ക്ക് ഞാൻ സമയം കിട്ടണമെങ്കിൽ വല്ല തേങ്ങ ചെരുവി കൂടെയൊക്കെ സബോള അരി ഞാൻ എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോഴേക്കുമാര് പിന്നാലെ പറയും. ഞാൻ എന്താ ചെയ്യാ, എന്റെ അടുത്ത് വലുത് രണ്ടുപേര് വന്ന് പിടിക്കും. അപ്പൊ ചെയ്തോണ്ടിരിക്കുന്ന കാര്യമാണെങ്കിൽ എനിക്ക് ചെയ്ത് തീർക്കാൻ പറ്റുന്നില്ല. എന്ത് കാര്യം ചെയ്ത് തുടങ്ങി കഴിഞ്ഞാൽ എനിക്ക് തീർക്കാൻ പറ്റില്ല. ഇവന്മാര് വന്ന് അപ്പുറത്ത് നിൽക്കും, പിന്നെ കരച്ചിലാവും. അപ്പൊ അമ്മിച്ച് എന്നെ പറയൂട്ടാ, നീ ചെയ്യണ്ട, നീ പൊക്കോ. കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ അമ്മിച്ച് ദുബായിക്ക് പോയിട്ടാ. അമ്മിച്ച് ദുബായിക്ക് പോയത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാല് നാത്തൂൻ്റെ ഉണ്ണീണ്ടല്ലോ, മൂത്ത ഉണ്ണീനെ നോക്കാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് ആരും ഉണ്ടായില്ല. ഇപ്പൊ ഒരു ചേച്ചീനെ നോക്കണ 2 ഉണ്ണികളെയും. അപ്പൊ അതിന് മുൻപ് ഇവൾക്ക് ജോലിയുള്ള സമയത്ത് ആരും ഉണ്ടായിരുന്നില്ല നോക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ അവിടുത്തെ അമ്മയും ഇവിടുത്തെ അമ്മയും മാറി നിന്നിട്ടുണ്ടായിരുന്നു. കല്യാണം കഴിഞ്ഞ് അമ്മച്ചി ദുബായിക്ക് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞ് ചേട്ടായി, ഞങ്ങളുടെ കല്യാണം നടക്കുന്നത് ഡിസംബറിലാണ്. ഫെബ്രുവരി ലാസ്റ്റാണ് ചേട്ടായി പോണത്. ചേട്ടായി പോയി കഴിഞ്ഞ് മാർച്ച് ഏപ്രിൽ ആയപ്പോഴാന്ന് തോന്നുന്നു, ഏപ്രിൽ ലാസ്റ്റ് ഒക്കെ ആവാറായപ്പോഴേക്കും അമ്മച്ചി ദുബായിക്ക് പോയി എന്ന് പറഞ്ഞപ്പോ അമ്മച്ചി ദുബായിക്ക് പോയി. ഞാനും അപ്പച്ചനും മാത്രം ഇവിടെ ഉണ്ടായി. അന്ന് നമ്മൾ ഈ വീട്ടിലല്ല കേട്ടാ, നമ്മുടെ പഴയ വീടാണ്. പഴയ വീടെന്ന് പറഞ്ഞാൽ ഞാൻ മുന്നത്തെ വീഡിയോസിൽ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട്. നമ്മുടെ കല്യാണം നടന്നതൊന്നും ഈ വീട്ടിലല്ല, മുന്നത്ത് നമ്മൾ താമസിച്ച വീട്ടിലായിരുന്നു. ആ വീട്ടിലായിരുന്നു ഞാനും അപ്പച്ചനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല കേട്ടാ. അപ്പൊ ആ സമയത്തൊക്കെ ഞാൻ രാവിലെ വെളുപ്പിന് എനിക്കാണെങ്കിൽ കല്യാണം കഴിഞ്ഞ് വന്ന് ചേട്ടായി പോയിട്ട് 1 മാസമുള്ളൂ. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ എനിക്കൊരു പരിചിതമായി വരണുള്ളൂ. അത്ര പെർഫെക്റ്റ് ആയിട്ട് ഞാൻ ചെയ്തു എന്നൊന്നും ഞാൻ പറയില്ല. അപ്പച്ചന് ഞാനും മാത്രമേ ഉണ്ടായുള്ളൂ. രാവിലെ ഞാൻ എനിക്ക് കഞ്ഞി വെക്കും, കറി വെക്കും, എനിക്കറിയണ പോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതിലും ചിലപ്പോൾ അമ്മിച്ച് ചെയ്യണ അത്ര പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. കാരണം ഓരോ ആൾക്കാരും വ്യത്യസ്തരാണ്. അമ്മിച്ചി എന്ന് പറഞ്ഞൊരു വ്യക്തി, ഞാൻ എന്ന് പറഞ്ഞ വ്യത്യാസം ഉണ്ടാവും. അപ്പൊ അതിൽ കുറെ തെറ്റുകളും കാര്യങ്ങളൊക്കെ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവും. എന്നാലും കുഴപ്പമൊന്നുമില്ല, എന്നെ കൊണ്ട് പറ്റണ രീതിയിൽ ഞാൻ എല്ലാവരും ചെയ്തിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് കല്യാണം കഴിഞ്ഞ ആ സമയത്ത്
കറികളൊക്കെ വെക്കാൻ ഫസ്റ്റ് തന്നെ അപ്പച്ചനും പറയാറുണ്ട് കറി വെക്കുന്നൊന്നും കുഴപ്പമൊന്നുമില്ല. പിന്നെ അപ്പച്ചനും എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഇപ്പം ഞങ്ങൾ ആ സമയത്തൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, അപ്പച്ചൻ എന്താണ് പറയുക, ചക്കയില്ലേ, ചക്ക ഞങ്ങൾ രണ്ടുപേരും കൂടി നന്നാക്കും. എന്നിട്ട് ഞങ്ങൾക്ക് എനിക്കാണെങ്കിൽ ചക്ക വറുക്കാൻ അറിയില്ല, എന്നിട്ട് അപ്പച്ചൻ ചക്ക വറുത്ത് തന്നിട്ടുണ്ട്, കടച്ചക്ക വറുത്ത് തന്നിട്ടുണ്ട്. എനിക്ക് കടച്ചക്കൊക്കെ ഫസ്റ്റ് ടൈമായിട്ടാണ് അന്ന് കുറേ കടച്ചക്ക ആ സമയത്ത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കടച്ചക്ക വറുത്ത് ഞങ്ങൾ തിന്നിട്ടുണ്ട്. പിന്നെ അതുപോലെ മീനൊക്കെ, വലിയ മീനൊക്കെ കൊണ്ടുവരുമ്പോൾ അപ്പച്ചൻ നന്നാക്കി തരും കേട്ടോ. അപ്പച്ചൻ ഏത് സമയത്തും പറയും എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യും. ഞാൻ ആ സമയത്ത് എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ലേ, വീട്ടിലേക്ക് പോയി എന്ന് പറഞ്ഞേക്കുന്നത് ഒരു പ്രാവശ്യം അമ്മച്ചിക്ക് വയ്യാത്ത സമയത്ത്, അമ്മച്ചിക്ക് വയ്യാണ്ടിരുന്ന സമയത്ത് എനിക്കൊരു എന്താ പറയുക, അമ്മച്ചിക്ക് വയ്യാന്ന് പറഞ്ഞു, അപ്പച്ചനോട് ഞാൻ പറഞ്ഞു പോവാന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അപ്പച്ചനും കൂടി പോയിട്ടുണ്ട്. അല്ലാണ്ട് ഞാൻ അമ്മച്ചി ഇല്ലാത്ത സമയത്ത് വീട്ടിൽ വരെ പോയി നിന്നിട്ടില്ല. എന്നോട് ആൾക്കാർ വരെ ചോദിച്ചിട്ടുണ്ട്, ഇവിടെ അടുത്തുള്ള ചേച്ചിമാർ, മോൾക്ക് വീട്ടിൽ പോയി നിൽക്കണം എന്നൊരു ആഗ്രഹമില്ലേ. ഇപ്പോഴത്തെ ഏത് പിള്ളേരെങ്ങനെ വന്ന് നിൽക്കുക, കാരണം കല്യാണം കഴിഞ്ഞ് കെട്ടിയോനില്ല, പിന്നെ എന്തിനാ ഇവിടെ അങ്ങനത്തെ ചിന്താഗതിയുള്ള ചിലവരുണ്ടാവും. എന്നാലും ഞാൻ വിചാരിക്കും ഇവിടെ അപ്പച്ചൻ ഒറ്റയ്ക്ക് വല്ലതും ഉള്ളൂ, അത് നമ്മളത്ര സ്നേഹിക്കണോണ്ടാണ് ഞാൻ പോവാണ്ട് അങ്ങനെ നിന്നിട്ട്. ആ സമയത്തൊക്കെ ഞാൻ എല്ലാ കാര്യങ്ങളും എനിക്ക് പറ്റണ പോലെ ചെയ്യാറുണ്ട്. പക്ഷെ ഇപ്പൊ അതും പോയിട്ട് എൻ്റെ ദൈവം, ഞാൻ ആലോചിക്കുക വന്നൊരു മാറ്റ്, 2 കിടാങ്ങൾ വന്നേ പിന്നെ ഞാൻ എന്ത് ചെയ്യാൻ, ഇടതും വന്ന് തിരിയാൻ പറ്റിയല്ലോ എനിക്ക്. പക്ഷെ പണികളെടുക്കുന്നത് എനിക്ക് ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ കാടിച്ചു പോയപ്പോൾ ഞാൻ കുറച്ചു നേരം അമ്മച്ചിയുടെ അടുത്ത് പറയും, കുറച്ചു നേരം അമ്മച്ചി പിള്ളേരൊക്കെ ഞാൻ പണിയൊക്കെ എടുക്കാം. അപ്പം ഇവിടെ ആണെങ്കിലും കുറച്ചു നേരം പണികളെടുക്കാൻ കുറച്ചു നേരം ഞാൻ അമ്മച്ചി കുറച്ചു നേരമൊക്കെ നോക്കാനുണ്ട്. കാരണം ഞാൻ അലക്കണ സമയത്തും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാനും ആ സമയത്തൊക്കെ അമ്മച്ചിയും അപ്പച്ചനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാവരും അങ്ങനെ മാറിയാണ് ഇവരെ മാറി നോക്കണത്. ഇപ്പം അല്ലെങ്കിൽ ടോയ്സ് ഒക്കെ നിരത്തിയിടുമ്പോൾ വൈകുന്നേരം ആകുമ്പോഴേക്കും ഞാൻ അടക്കി പറക്കിയിടാറ്. ഇപ്പം അത് വരെ അമ്മിച്ച ചെയ്യണേ, കാരണം ഇവന്മാരെ കൊണ്ട് സമ്മതിക്കണ്ടേ, സമാധാനം കിട്ടണ്ടേ. ഞാൻ കളിച്ച് കട്ടുമ്പോൾ കുത്തി മറിഞ്ഞ് തല പോയി കട്ടുമ്പോൾ ഇടിച്ച് കരച്ചിൽ. അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറക്കാണ്ട് കമൻറ്റ് ചെയ്യുക. അപ്പോഴത്തെ വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. സീ യു.